അപ്പോൾ നമ്മൾ ടൈൽ ജോയിൻറ്റിലെ പൊടി എത്രത്തോളം വലിച്ചെടുക്കുന്ന പറയാനായിട്ട് കുറച്ച് മണലെടുത്തിട്ടുണ്ട്. നമുക്ക് ടൈൽ ജോയിൻറ്റിൽ ഇട്ടിട്ടേ ഒന്ന് വലിച്ചു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തേക്കുംകുടി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചന്മാരെ, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു വാക്വം ക്ലീനറിൻ്റെ അൺബോക്സിംഗ് ആയിട്ടാണ്. നമ്മൾ തമ്പനയിൽ കണ്ട് കാണും ആനയെ വലിച്ചേറ്റുന്ന വാക്വം ക്ലീനർ. ഇങ്ങനെ ടൈറ്റിൽ കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വാക്വം ക്ലീനറിൻ്റെ ബോക്സിൻ്റെ പുറത്ത് ഒരു ആനയെ വലിച്ചേറ്റുന്ന പട കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കൊടുത്താട്ടോ. അപ്പോൾ ഏതായാലും നമ്മുടെ ടൈൽ വർക്കിൻ്റെ അവസാന ഘട്ടമായ അപ്പോക്സി വർക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ ടൈൽ ജോയിൻറ്റിൽ കണ്ടമാനം അഴുക്കും പൊടിയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തെടുത്തില്ലെങ്കിൽ പിന്നീട് നമ്മൾ ലൈറ്റ് ഷെയ്ഡിലുള്ള അപ്പോക്സി ചെയ്യുമ്പോൾ അത് കളർ മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വാക്വം ക്ലീനർ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ജോയിൻറ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മിസ്റ്റർ ലൈറ്റിൻ്റെ 2200 വാട്ട്സിൻ്റെ ഒരു വാക്വം ക്ലീനറാണ് പരിചയപ്പെടുന്നത്. ടൈൽ വർക്കേഴ്സിന് 100% പ്രയോജനപ്പെട്ടൊരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് എത്തിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വാക്വം ക്ലീനർ ആനയാണ് ഉറുമ്പിനെയാണ് വലിച്ചേറ്റുന്നത് നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പം ചമരെ ഇതാട്ടോ നമ്മുടെ മിസ്റ്റർ ലൈറ്റിൻ്റെ വാക്വം ക്ലീനർ. അപ്പോൾ ഇതിൻ്റെ ഡസ്റ്റ് കപ്പാസിറ്റി വരുന്നത് 18 ലിറ്ററാണ്. വാക്വം കപ്പാസിറ്റി വരുന്നത് 22 kPa ആണ്. മാക്സിമം പവർ വരുന്നത് 2200 വാട്ട്സാണ്. വോൾട്ടേജ് വരുന്നത് AC 220-240 വാട്ട്സിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതിനുള്ളൊരു വാക്വം ട്യൂബാണിത്. കൂടാതെ വാക്വം ട്യൂബിൽ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടൊരു സ്റ്റീൽ എക്സ്റ്റൻഷൻ റോഡും ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് തന്നെയാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാക്വം ക്ലീനർ. ഇതിനകത്ത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു കേബിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഈ സൈഡിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ മോട്ടർ വരുന്നത്. മോട്ടറിൻ്റെ മുകളിലായിട്ടൊരു പവർ സ്വിച്ച് ഉണ്ട്. കൂടാതെ ബ്ലോയിങ് ഫംഗ്ഷനൊക്കെ ഇതാട്ടോ. നമുക്ക് പൊടികളൊക്കെ നമുക്ക് പുറത്തോട്ട് അടിച്ച് കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. ഇവിടെ നമുക്ക് യോസ് കണക്ട് ചെയ്തിട്ട് പൊടികളൊക്കെ പുറത്തേക്ക് അടിച്ച് കളയാവുന്നതാണ്. കൂടാതെ നമ്മുടെ മോട്ടറിലേക്ക് ഡസ്റ്റൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഫിൽറ്റർ ഉണ്ട്. പിന്നെ ഉള്ളതാണെങ്കിൽ ഇതിനകത്ത് പല ടൈപ്പ് മോപ്പുകളാണ് കേട്ടോ. നമുക്ക് പൊടി വലിച്ചെടുക്കാനുള്ള മോപ്പുകളാണ്. വീലൊക്കെ ഉള്ള ടൈപ്പാട്ടോ ഇത്. ഈ മോപ്പ് നമുക്ക് ഫാനിൽ നിന്നും പൊടി വലിച്ചെടുക്കുന്നതിനും പിന്നെ കാറിലൊക്കെ ഉള്ള പൊടിയൊക്കെ വലിച്ചെടുക്കാനായിട്ട് പ്രയോജനം ചെയ്യും കേട്ടോ. ഈ മോപ്പ് വരുന്നത് നമുക്ക് ടൈൽ ജോയിൻറ്റിലെ പൊടികളൊക്കെ വലിച്ചെടുക്കുന്നതിനും നല്ല കോർണർ ഏരിയയിലൊക്കെ ഇരിക്കുന്ന പൊടികളൊക്കെ വലിച്ചെടുക്കാനായിട്ട് ഇത് പ്രയോജനം ചെയ്യും. കൂടാതെ ഇതിനകത്ത് ഒരു വാറണ്ടി കാർഡ് ഉണ്ട്. 1 ഇയർ വാറണ്ടിയാണ് കമ്പനി പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ആപ്പിൽ കയറിയിട്ട് അത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടാതെ യൂസർ മാനുവൽ ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ ടാങ്ക് വരുന്ന ലൈറ്റ് വെയിറ്റ് ആട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മെറ്റൽ ബോഡിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ ഒന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് മോട്ടറിലേക്കൊക്കെ പൊടി കയറാതിരിക്കാനുള്ള ഫിൽറ്റർ സെറ്റ് ചെയ്യുക തന്നെ. അതിനുശേഷം മോട്ടർ വെച്ച് ഇതേപോലെ കറക്റ്റായിട്ട് ക്ലിപ്പ് ചെയ്തെടുക്കുക. സിമ്പിൾ പരിപാടിയുള്ളൂ. അടുത്ത നമുക്ക് വാക്വം ട്യൂബ് കണക്ട് ചെയ്യാം. വാക്വം ട്യൂബ് കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇതൊന്ന് പയ്യൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതിലൊന്ന് കയറ്റി വെച്ചാൽ മതി. അപ്പോൾ ഓക്കെയാണത്. നമുക്കപ്പോൾ ഇതിനകത്ത് എക്സ്റ്റൻഷൻ റോഡും കൂടി സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ നീളം ഇതിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മോപ്പ് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. ബ്രഷ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. പൊടികളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്.
നല്ല അത്യാവശ്യം നല്ല പവർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടൈൽ ജോയിൻറ്റിലെ പൊടി എത്രത്തോളം വലിച്ചെടുക്കുന്ന പറയാനായിട്ട് കുറച്ച് മണലെടുത്തിട്ടുണ്ട്. നമുക്ക് ടൈൽ ജോയിൻറ്റിൽ ഇട്ടിട്ടേ ഒന്ന് വലിച്ചു നോക്കാം. ജോയിൻറ്റിലിട്ട് നിറച്ചേണ്ട കേട്ടോ മണൽ. കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വാക്കും വെച്ചൊന്ന് വലിച്ചു നോക്കാം കേട്ടോ. പൊടികളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടോ ജോയിൻറ്റിൽ നിന്ന്. ഒരല്പം പോലും മണലിരിക്കണില്ല. കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. മച്ചന്മാരെ അപ്പോൾ നമ്മുടെ വാക്വം ക്ലീനർ ആനേനെ വലിച്ചേറ്റില്ലെങ്കിലും നമ്മുടെ ടൈൽ വർക്കിന് ഏതായാലും ഓക്കെയാണ്. ജോയിൻറ്റിൽ നിന്നെല്ലാം ക്ലിയർ ആയിട്ട് നീറ്റായിട്ടെല്ലാം പോരുന്നുണ്ട്. അപ്പോൾ ഈ വാക്വം ക്ലീനറിൻ്റെ വില വരുന്നത് 5100 രൂപയാണ്. ഞാൻ ഓക്സിജൻ്റെ ഒരു ഷോറൂമിൽ നിന്നാണ് ഇത് വാങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാ മച്ചന്മാർക്കും ഗുഡ് ബൈ.